ഹായ് ഗൈസ്, കിസാൻ മാനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ശീതകാല പച്ചക്കറി കൃഷി തുടങ്ങി ഏകദേശം ഒരു 30 ദിവസത്തിലധികമായിട്ടുണ്ട്. ഇപ്പോൾ ഈ പയർ ഇപ്പോൾ പൂത്ത് തുടങ്ങിയൊക്കെയാണ്. അവിടെ നീളം പയറാണ്, ഇപ്പോൾ ഈ റോക്കറ്റ് പയർ, അതാണ് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൃഷി ചെയ്ത് നമ്മളിപ്പോൾ തുടങ്ങിയുള്ളത്, ചിലതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ഘട്ടമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഫസ്റ്റ് ഘട്ടം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. വള്ളിയൊക്കെ കെട്ടി നമ്മളിപ്പോൾ പന്തലിലേക്ക് അങ്ങ് പടർത്തി തുടങ്ങി. അപ്പോഴത്തേനെ അത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ സമയത്ത് നമ്മൾ കൃഷി ചെയ്താൽ പൊതുവേ കേട് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു 40 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തുനിന്ന് പയർ പറിച്ചു തുടങ്ങാൻ കഴിയും. പയർ മാത്രമല്ല, മറ്റു കൃഷിയുണ്ട്. കണ്ടോ, റോക്കറ്റ് പയർ ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതായത് കേടിനെ നമുക്കൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട പ്രധാന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇത് നടുമ്പോൾ തന്നെ നമ്മളിപ്പം ഷീറ്റ് ബെഡുണ്ടാക്കി ഷീറ്റ് വിരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചാണകപ്പൊടിയും ട്രൈക്കോഡെർമയും കൂടി മിക്സ് ചെയ്ത് ഒരു സമ്പുഷ്ടമായ വളം ഇതിനുള്ളിൽ കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് 2ാം ഘട്ടമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കിളിർത്തൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചാണകപ്പൊടിയും ട്രൈക്കോഡെർമയും മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിൽ നടുന്നതിന് മുമ്പ് ഇടുക എന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അത് നമുക്ക് ഈ വേര് സംബന്ധമായ അസുഖങ്ങളും ഒരു പരിധിവരെ നമുക്ക് കേടൊന്നും വരാതെ പയറിനെ പച്ചക്കറിയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അതിപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു 15 ദിവസം കൂടുമ്പോൾ സർവ്വരോഗ സംഹാരിയായ നമ്മുടെ സിഡോമോണസ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ട്രൈക്കോഡെർമ മിക്സ് ചെയ്ത് ചാണകപ്പൊടിയായിട്ട് ചോടിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കേടൊന്നും കൂടാതെ തന്നെ അപ്പോൾ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് ചീര നടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചീര 2 ദിവസത്തിനകം നടും. അടുത്തത് നമ്മുടെ ചുവന്ന വെണ്ടയാണ്. കണ്ടോ, ചുവന്ന വെണ്ടയും ഇപ്പോൾ ഒരു 10-25 ദിവസത്തോളം ആയിട്ടുണ്ട് നട്ടിട്ട്. ചുവന്ന വെണ്ടയും നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ചെറുതായിട്ട് ചെറിയ വണ്ടിൻ്റെ ആക്രമണം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉടനെ തന്നെ അതിനെ സിഡോമോണസ് ട്രൈ ചെയ്ത് കൊടുക്കും. ഈ ചുവന്ന വെണ്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ചുവന്ന വെണ്ടയ്ക്ക് പൊതുവെ കേട് കുറവായിരിക്കും. സാധാരണ നമ്മളിപ്പോൾ പല പ്രാവശ്യം ചുവന്ന വെണ്ട നട്ടു, പക്ഷേ അന്നേരം പൊതുവെ ഇതിന് കേട് കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ചുവന്ന വെണ്ട ധാരാളം ഉണ്ടാകുകയും ചെയ്യും. മറ്റതുപോലെ തന്നെ ധാരാളം ഉണ്ടാകും. നല്ല ടേസ്റ്റാണ്. നല്ല നീളമുള്ള വെണ്ടയ്ക്കയായിരിക്കും. അപ്പോൾ ഇത് കൃഷി ചെയ്യണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം മാർക്കറ്റ് ഇതിനുമുണ്ട്. ഇത് നമ്മുടെ നീളൻ വെണ്ടയാണ്, ഗാലക്സി. ഇത് ധാരാളം ഉണ്ടാകും. ഇതിപ്പം നട്ടിട്ടൊരു 30 ദിവസത്തോളം ആയിട്ടുണ്ട്. ഇതും ധാരാളം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള വെണ്ടയാണ്. വെണ്ടയ്ക്കൊക്കെ പൊതുവെ വരുന്നത് ഈ വെള്ളീച്ചയുടെ ആക്രമണം വരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഈ ഇല ചുരുട്ടിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കിത് നമ്മൾ റെഗുലറായിട്ട് സിഡോമോണസ് ഒരു 15 ദിവസമൊക്കെ കൂടുമ്പം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. വെണ്ട കൃഷി ദിവസം വിളവെടുക്കാൻ പറ്റിയ ഒരു കൃഷിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇത് ചെയ്യണം കേട്ടോ, തീർച്ചയായിട്ടും കുറേശ്ശെങ്കിലും ചെയ്യണം. കാരണം ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാണ്. അപ്പോൾ നമ്മൾക്ക് കുറേശ്ശെങ്കിലും വീട്ടിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ
നമുക്ക് സ്വന്തം ഉപയോഗത്തിന് സാധിക്കും. ഇത് അർക്ക അനാമികയാണ്. ഇത് ധാരാളം കായ പിടിക്കുന്നതാണ്. ഇതിനൊക്കെ ഒരു പരിധിവരെയൊന്നും കേട് വരുന്നില്ല. നമ്മൾ റെഗുലറായിട്ട് ഇതിനൊന്നും ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ച് കേട് വരത്തില്ല. വെണ്ടയ്ക്ക് വഴുതന മാതിരിയാണ്. നമുക്ക് ഒരു 2 ദിവസം പിന്നെ വെണ്ട ഡെയിലി എടുക്കണമെങ്കിൽ അത്ര നല്ലതാണ്. വഴുതന ആകുമ്പോൾ ആഴ്ച 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മളുടെ പച്ചമുളകാണ്. പച്ചമുളക് ഇത് വെച്ചിട്ട് ഒരു 20 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിരിക്കണം നമുക്ക് ചീര വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും കൃഷി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിസംബർ ആകുമ്പോഴത്തേനും നമുക്കിതിനകത്തുനിന്ന് വിളവെടുക്കാൻ സാധിക്കും. ഇപ്പോൾ പച്ചക്കറിക്ക് ഡിമാൻഡ് കൂടിയ സമയമാണ്. നാട്ടിലെങ്ങും പച്ചക്കറി ഇല്ല. തമിഴ്നാട്ടിലൊന്നും വരവ് കുറവാണ്. അപ്പോൾ നമുക്ക് സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കഴിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും കുറേശ്ശെ ആണെങ്കിൽ അവരവരുടെ വീട്ടിൽ ടെറസിൻ്റെ മുകളിലോ അങ്ങനെയാണെങ്കിലും കൃഷി ചെയ്യണം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം. അടുത്ത വളത്തിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.